Hello students, welcome back to Bosco Campus Vision. This is the 47th lecture on entrepreneurship development. In today's session, we are going to discuss Small Industries Development Bank of India or SIDBI. Actually, SIDBI is set up by the Government of India. It is a completely subsidiary bank of IDBI and it was established on 1989. It was established to ensure the larger flow of financial and non-financial assistance to the small scale sector. സ്മോൾ സ്കെയിൽ സെക്ടറിലേക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഈ സ്മോൾ സ്കെയിൽ സെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിഡ്ബി എന്നുള്ള സ്ഥാപനം നിലനിൽക്കുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ഫങ്ഷൻസ് ഓഫ് സിഡ്ബി. First function, refinancing loans and advances. Then second function, discounts and rediscounts. Then provides a seed capital. Then financing exports, assistance for technology upgradation, creation of employment opportunities. First function is refinancing loans and advances. അതായത് സിഡ്ബി റീഫിനാൻസസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ലോണുകളും അഡ്വാൻസസും എല്ലാം തന്നെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് ലോണുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് റീഫിനാൻസിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട്സ് ആൻഡ് റീഡിസ്കൗണ്ട്സ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൽ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസിൻ്റെ എല്ലാം സെയിൽ നടത്തുമ്പോൾ അതിനെല്ലാം ഡിസ്കൗണ്ടുകളും റീഡിസ്കൗണ്ട്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ഫങ്ഷൻ ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് സീഡ് ക്യാപിറ്റൽ. അതായത് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിഡ്ബി. ദെൻ അതുപോലെ തന്നെ സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസും അതുപോലെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇക്വിറ്റി ഫണ്ടിൽ നിന്നും അതുപോലെ മഹിളാ ഉദ്യാന നിധി അങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവിടെ നിന്നുമെല്ലാം ലോണുകൾ ഈ ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായിട്ട് ഓൺട്രപ്രണേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതാണ് പ്രൊവൈഡ് സീഡ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ആ ഒരു ബേസിക് ഫണ്ട് അതിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഈ ഒരു സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ ഈസ് ഫിനാൻസിങ് എക്സ്പോർട്സ്. ഇറ്റ് ഗ്രാൻസ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ആൻഡ് റീഫിനാൻസ് ലോൺസ് എക്സ്റ്റെൻഡഡ് ബൈ പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഫിനാൻസിങ് എക്സ്പോർട്സ് ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല പ്രോഡക്ട്സുകളും എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും എല്ലാം നേരിട്ട് തന്നെയും ഒക്കെ ഈ ഒരു സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള എമൗണ്ട് വേണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഡയറക്റ്റ് അസിസ്റ്റൻസും റീഫിനാൻസ് ലോൺസും എല്ലാം തന്നെയും ഈ ഒരു സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ഫങ്ഷൻ ഈസ് അസിസ്റ്റൻസ് ഫോർ ടെക്നോളജി അപ്ഗ്രഡേഷൻ. ഇപ്പം നിലവിലുള്ള സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് പുതിയ രീതിയിലുള്ള അപ്ഗ്രഡേഷൻ മോഡേണൈസേഷനൊക്കെ അവരുടെ മെഷീൻസിലൊക്കെ വരുത്തണം, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ളതിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള അപ്ഗ്രഡേഷൻ, അതിനെല്ലാത്തിനും വേണ്ടുന്ന എല്ലാ ടെക്നോളജിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിഡ്ബി. ദെൻ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്. തൊഴിൽപരമായിട്ട് ഉള്ള ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ എസ്പെഷ്യലി സെമി അർബൻ ഏരിയാസ് അങ്ങനെയുള്ള ഏരിയകളിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് വരാനായിട്ട് ഈ ഒരു സിഡ്ബി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ ഏരിയാസിലൊക്കെ ഉള്ള എത്രത്തോളം ആൾക്കാർ അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് സെമി അർബൻ ഏരിയാസിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടും എത്രത്തോളം ആൾക്കാർ അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതൊക്കെ വിലയിരുത്തുന്ന കൂടി ഈ ഒരു സിഡ്ബി ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സിഡ്ബിയെ കുറിച്ചാണ്. സിഡ്ബി എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1918
1989 1989 പാർലമെൻറ്റിലെ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു സിഡ്ബിയെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, IDBIയുടെ ഒരു സബ്സിഡിയറി ആണ് ഈ ഒരു സിഡ്ബി ബാങ്ക് എന്ന് പറയുന്നത്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 6 ഫങ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റീഫിനാൻസിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദെൻ സെക്കൻഡ് വൺ ഡിസ്കൗണ്ട്സ് ആൻഡ് റീഡിസ്കൗണ്ട്സ്, ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് സീഡ് ക്യാപിറ്റൽ. സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അതാണ് സീഡ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫിനാൻസിങ് എക്സ്പോർട്സ് ആണ്. ഫിനാൻസിങ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്ക് വേണ്ടുന്ന ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ആണ് അസിസ്റ്റൻസ് ടു ടെക്നോളജി അപ്ഗ്രഡേഷൻ. പിന്നെ ലാസ്റ്റ് പോയിൻ്റ് ആണ് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങി എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിനും അതുപോലെ സെമി അർബൻ ഏരിയാസിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പരമാവധി കൂട്ടുകയും എന്നിട്ടും ആൾക്കാർ ഈ അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് പോകുന്നതൊക്കെ ചെക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുന്നതാണ് സിഡ്ബി എന്ന് പറയുന്നത്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന മെയിൻ എന്ന് ഹെഡിങ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സുകളാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സ്, എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഓൺടർപ്രണർഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ DIC പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ദാറ്റ് ഈസ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓർ SISI. അതേക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.